ഹായ് ഓൾ, ഫിസിക്സ് റീനീറ്റ് എക്സ്റേ ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ വേവ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിലെ ഈ റീനീറ്റിന് വന്ന ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ പരിചയമുള്ളതും എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ വേവ്സ് എന്ന് പറയുക. ഓപ്പൺ പൈപ്പുകളെക്കുറിച്ചും ക്ലോസ്ഡ് പൈപ്പുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് എക്സാമിന് പോയിരുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ നിന്നാണ് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ പൈപ്പ് അതുപോലെ ഒരു ക്ലോസ്ഡ് പൈപ്പ് അതിൻ്റെ ഹാർമോണിക്സുകളെ കുറിച്ചിട്ട് ഒരു കമ്പാരിസൺ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഫോർ സൗണ്ട് വേവ്സ് ഇഫ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഫോർ ദി ഫിഫ്ത്ത് ഹാർമോണിക് ഓഫ് ആൻ ഓപ്പൺ എൻഡഡ് പൈപ്പ് ഈസ് n and the ninth harmonic of the same pipe with one of its end closed is m എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. n/m റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോഡ് ആൻറ്റി നോഡ് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ എന്താണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ, അതായത് എത്രമാത്രം നോഡാണ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഓപ്പൺ പൈപ്പിനെ കുറിച്ച് നമുക്കിവിടെ എടുക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫിഫ്ത്ത് ഹാർമോണിക്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പൈപ്പ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ നോഡുകൾ എന്ന് പറയുന്നത് ആ ഹാർമോണിക്സ് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന ആ ഒരു ഹാർമോണിക്സ്, nth ഹാർമോണിക്സ്, അതായത് ഫിഫ്ത്ത് ഹാർമോണിക്സ് അതിൻ്റെ നോഡിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ആ നോഡ് n എന്ന് പറയുന്ന ഫിഫ്ത്ത് ഹാർമോണിക് ആണെങ്കിൽ ഒരു ഓപ്പൺ പൈപ്പിൽ അത് 5 തന്നെ ആയിരിക്കും. ഇനി എന്തായിരിക്കും അതിൻ്റെ ആ ക്ലോസ്ഡ് പൈപ്പിൽ, ഒരെൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ പൈപ്പിൽ, അത് നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് m എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് ഹാർമോണിക് നമ്പറിനോട് 1 കൂട്ടുകയും ബൈ 2 ചെയ്യുക കിട്ടുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ദെൻ k + 1/2 ചെയ്ത നമ്പർ ഓഫ് നോട്ട്സ് കിട്ടും. അപ്പോൾ ഇവിടെ 9th ഹാർമോണിക് എന്നാണ് പറയുക. അപ്പോൾ 9 + 1/2 എന്ന് പറയുന്നത് 5 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് m എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ n/m റേഷ്യോ നമുക്ക് 1 ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ 4th ഓപ്ഷനാണ് അതുള്ളത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.